അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ശരത്തിനെ തന്നെയാണ് പറയുന്നത്, ശരത്തല്ലാതെ വേറെ ആരും എടുക്കില്ല, നിൻ്റെ വീട്ടുകാർ കള്ളക്കുടുംബമാണ്, അവൻ തന്നെയാണ് എടുത്തതെന്ന് പറഞ്ഞ് ഈ നിൽക്കുന്ന സമയത്ത് ശരത്തും അമ്മയും ദേവും ഒക്കെ വളരെ വിഷമിച്ച് നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ സുധി സാറിനെ അന്വേഷിച്ച് ഒരാൾ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അത് വേറെ ആരുമല്ല, ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയ കമ്പനിയിലുള്ളതാണ്. അത് വന്നിട്ട് സുധി സാർ ഇവിടെ ഉണ്ടല്ലോ സുധി സാർ, ഞാനാണ് സുധി സാറെന്ന് പറയുന്നുണ്ട്. അത് സാറേ ഇപ്പോൾ ഒരു ഓഫറുണ്ട്, സാറ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നില്ലേ? ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ചെറിയൊരു ഓഫറുണ്ടായിരുന്നു. ആ ഓഫറും കുറച്ചിട്ടുള്ള പൈസയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. 2 ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിന് ബാക്കി വന്ന പൈസയും വന്നിട്ടുണ്ടെന്ന്. അപ്പോഴത്തേക്ക് ശ്രുതി എന്ത് ചെയ്യുന്നതെന്നോ വളരെ സന്തോഷം, ടിക്കറ്റ് ഹണിമൂണിന് പോകാനുള്ള ടിക്കറ്റ് റെഡിയായി കിട്ടിയല്ലോ, അത് പോയിട്ട് ബാക്കി പൈസയും കിട്ടിയല്ലോ, അപ്പോൾ സന്തോഷിക്കാതിരിക്കാൻ വഴിയില്ലല്ലോ. പക്ഷെ പഠിച്ച കള്ളൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം സച്ചിക്ക് നല്ലവണ്ണം അറിയാം. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്, വേറെ ഒരിടത്തും പോയിട്ടില്ല. അപ്പോഴത്തേക്കും പറഞ്ഞ് സാറ് തന്ന ആ പൊതിയിൽ തന്നെ ഞാൻ തിരിച്ചതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. സാറ് തന്ന പൊതിയിൽ തന്നെ. അപ്പോഴത്തേക്കും ശ്രുതിക്ക് വേറെ ഒന്നും തോന്നിയില്ല, എന്നിരുന്നാലും ചെറിയൊരു സംശയം തോന്നി ശ്രുതിക്ക്. എന്ന് വെച്ചാൽ ആ പൊതി എന്ന് പറഞ്ഞ് അതും ശ്രദ്ധിച്ചില്ല. മോഷ്ടിക്കുമ്പോൾ പഴുതുകൾ അടച്ചിട്ട് മോഷ്ടിക്കണ്ടേ, പക്ഷെ അവനും അബദ്ധം പറ്റിപ്പോയി. അങ്ങനെ സുധീരെ കയ്യിൽ കൊണ്ട് ആ കവറോടെ കൊടുക്കുകയാണ്. സച്ചി ഇങ്ങനെ എത്തി നോക്കിയപ്പോൾ ആ കവർ നല്ല പരിചയമുള്ള കവർ കേട്ടോ. സച്ചി ആണെങ്കിൽ നിൽക്കട അവിടെ എന്ന് പറയുന്നുണ്ട്. ഇല്ല ഞാനിത് റൂമിൽ കൊണ്ട് വെച്ചിട്ട് വരാം. അയ്യോ അത് പറ്റില്ല, നീ ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു. ആ കവറിങ് താന്ന്, ആ കവർ ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സച്ചി എന്ത് ചെയ്തു, അത് പിടിച്ച് വാങ്ങിയപ്പോൾ നോക്കിയപ്പം വേറൊന്നുമല്ല, രവീന്ദ്രന് 1,00,000 രൂപ കിട്ടിയ പൈസ ആ കവറോടെ കൊണ്ടുവന്ന് അതേ കവറിൽ തന്നെയാണ് കൊടുത്ത്. ആ കവർ കയ്യോടെ അച്ഛൻ ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും സംശയമുണ്ടോ? ഇവിടെ തന്നെ ഇവൻ തന്നെയാണ് ഈ പൈസ മോഷ്ടിച്ചത്. അച്ഛൻ അന്ന് കൊണ്ടുവന്ന് അമ്മേരെ കയ്യിൽ കൊടുത്ത അതേ കവർ തന്നെയാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത്, വേറെ ഒന്നുമല്ല. KSRTC എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ള സീലും അടിച്ച കവറിലാണ്. അപ്പം പൈസ ഇവിടെ നിന്ന് പോയത് യവൻ തന്നെയാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ? ശ്രുതി അങ്ങ് അയ്യെന്നായിപ്പോയി. ശ്രുതിയാണെങ്കിൽ സുധീരെ മുഖത്തിങ്ങനെ നോക്കിയത് പെട്ടെന്ന് എല്ലാവരും അങ്ങ് അന്താളിച്ച് നിൽക്കുകയാണ് വെച്ചത്. ശരത്തിനെ കുറ്റം പറഞ്ഞ് നിന്നല്ലേ. പെട്ടെന്ന് കള്ളനെ കയ്യോടെ പിടിച്ചപ്പോഴേ ചന്ദ്രമതിക്ക് ഇനി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ചന്ദ്രമതി ഒരു അടവ് പ്രയോഗിച്ച് വേറൊന്നുമല്ല, അയ്യോ എന്താണെന്ന് രവീന്ദ്രൻ ചോദിക്കുന്നു. അയ്യോ എനിക്ക് ഒരു സൈഡ് തലവേദന വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ മറന്നു പോവേണം, അതുകൊണ്ട് അയ്യോ ഞാനാണ് അബദ്ധം കാണിച്ചത്. ഞാൻ സുധിയെ രക്ഷിക്കാൻ വേണ്ടി ചന്ദ്രമതി ഇവിടെ ഒരു നാടകം കളിക്കുന്നു. സച്ചിക്ക് നല്ലവണ്ണം മനസ്സിലായി ഈ നാടകം വേറൊന്നുമല്ല, എൻ്റെ അമ്മ സുധീനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അമ്മ കളിക്കുന്ന നാടകമാണ്. മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കൊക്കെ അവാർഡ് കൊടുക്കുന്നത് കാലം, പക്ഷെ ഇപ്പം ചന്ദ്രമതിക്ക് തന്നെ അവാർഡ്, അത്ര അഭിനയമായിരുന്നു. അത് ഈ പൈസ ഞാനാണ് സുധിക്ക് കൊടുത്തത്, എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അയ്യോ അമ്മ ഈ പൈസയാണോ എനിക്ക് തന്നത്? സുധി അവിടെ നിന്ന് നാടകം കളിക്കാൻ തുടങ്ങി. അയ്യോ എനിക്ക് തെറ്റിപ്പറ്റിപ്പോയതാണ് മോളെ, എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ഞാനാണ് കൊടുത്തത്, എനിക്ക് ഓർമ്മയില്ലായിരുന്നു, ഞാനാണ് സുധിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി 1,00,000 രൂപ കൊടുത്തത്, പക്ഷേ എൻ്റെ ഓർമ്മ പോയി, അതുകൊണ്ടാണ്. നല്ലവണ്ണം ചന്ദ്ര അവിടെ കിടന്ന് കളിക്കുന്നത്. സച്ചി ഇതിനൊക്കെ എല്ലാം നല്ല തക്കതായ മറുപടി കൊടുത്ത് നിൽക്കുന്നത്. അമ്മ ഇങ്ങനെ കള്ളത്തനം അഭിനയം കാണിക്കുക, അവരോട് മാപ്പ് ചോദിക്കും. രേവതി ചോദിക്കുക, എന്തിനാ അമ്മ ഇങ്ങനെ ഈ വേലത്തനമൊക്കെ കാണിക്കുന്നത്? എൻ്റെ അമ്മയും സഹോദരങ്ങളും കഷ്ടപ്പെട്ട് അവർ ജീവിക്കുന്ന, അവരെ വരെ കള്ളത്തനമെന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്മി ചോദിച്ച്, അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പാവം പിടിച്ച എൻ്റെ മോന്, അവൻ ഒരിക്കൽ ഒരു തെറ്റ് ചെയ്തു, ശരി തന്നെ ഇല്ലെന്ന് പറയുന്നില്ല, വീണ്ടും അവനെ തന്നെ തെറ്റ് ചെയ്യിപ്പിച്ച് അവൻ ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ നല്ലതുപോലെ അറിയാമെന്നുള്ളതായിരുന്നു. ചന്ദ്രമതിക്ക് വായുവില്ല, മൂക്കുമില്ല, നാക്കുമില്ല, ഒന്നുമില്ല, അങ്ങനെ ഒരേ നിപ്പറ്റ് നിൽക്കുകയാണ് കേട്ടോ. രവീന്ദ്രൻ ചോദിച്ചു, എടി എന്തിനാണ് ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നീ ചെയ്തു വെച്ചത്? ആ പാവപ്പെട്ട കുടുംബത്തിന് അവരെ മൊത്തത്തിലോട് അവരൊന്ന് വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി അവരെന്തൊക്കെ ആക്ഷേപിക്കാൻ പറ്റുമോ അതെല്ലാം നീ ആക്ഷേപിച്ചിട്ട് ഇപ്പം നീയാണ് പൈസ എടുത്ത് കൊടുത്തെന്ന് പറയാം. ഇതിലേ
ഏതാണ് സത്യം അച്ഛൻ വേറെ ഒന്നും നോക്കണ്ട, അച്ഛൻ എന്ത് പറഞ്ഞാലും ഇത് അമ്മ കളിക്കുന്ന നാടകമാണ്, ശ്രുതിയാണ് ഈ പൈസ എടുത്തത്, വേറെ ആരുമല്ല. ശ്രുതിക്കും അങ്ങ് ദേഷ്യം വന്നിട്ട്, ശ്രുതിയെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല ശ്രുതിയും വിചാരിച്ചത്. പക്ഷെ ഇതിനിടയ്ക്ക് അമ്മേരെ ആ നാടകം കൂടെ ആയപ്പം അടിപൊളി സെറ്റപ്പ് അങ്ങ് ആയിപ്പോയി കേട്ടോ. കള്ളത്തന അവസാനം രേവതിയുടെയും സച്ചിയുടെയും മുന്നിൽ വെച്ച് ലക്ഷ്മിയോട് മാപ്പ് പറയാണ്, ഒരിക്കലത്തേക്ക് ക്ഷമിച്ചേക്ക്, ഞാൻ അറിയാതെ എനിക്ക് പറ്റിപ്പോയതാണ്, എൻ്റെ ഓർമ്മ പോയതാണ്, അങ്ങനെ സംഭവിച്ചതാണ്, അതുകൊണ്ട് ഇനി ഞാൻ അങ്ങനെ ഒന്നും പറയല്ലോ. അപ്പോഴത്തേക്കും ഞാനും എൻ്റെ മോനും മക്കളും കഷ്ടപ്പെട്ട് നേരം വെളുത്ത് കഷ്ടപ്പെട്ടാണ് അവരെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഒരു ദിവസം പോലും ഒരാളിനെ മോഷ്ടിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു വിടില്ല, അത്രയ്ക്ക് കഷ്ടം. ലക്ഷ്മി അങ്ങ് കരയാണ്. ഇത് കണ്ട് രവീന്ദ്രന് വല്ലാതെ വിഷമം വരെയാണ്. രവീന്ദ്രൻ പറയുന്നു, സോറി, നിങ്ങൾ ഒരിക്കലത്തേക്ക് ക്ഷമിക്ക് എന്ന് പറയുന്നു. രേവതിയും ഭയങ്കര അങ്ങ് വിഷമമായി. രേവതിയുടെ വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ രേവതി അത്രമാത്രം പറഞ്ഞ് ശ്രുതിയുടെ മുന്നിൽ വെച്ച് അപ്പോഴത്തേക്കും ചന്ദ്ര എന്ത് ചെയ്ത് നാടകം എല്ലാം കഴിഞ്ഞതിന് ശേഷം മുറിയിലോട്ട് പോകുമ്പോൾ ഓടിപ്പോവേണ് ശ്രുതി ഓടിപ്പോവേണ്. അമ്മേ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് ശ്രുതി നമ്മുടെ ചന്ദ്രമതി മുഖത്തിട്ട് 4-5 അടി വിടാ, നീ എന്നെ നാണം കെടുത്താൻ വേണ്ടി ജനിച്ചവനാണല്ലോ, നീ ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ അവിടെയൊക്കെ നിന്നെ രക്ഷപ്പെടുത്തി, അവളെ മുമ്പിൽ രേവതിയുടെ മുമ്പിൽ ഞാൻ കള്ളിയായില്ലേ, സച്ചിയുടെ മുമ്പിൽ കള്ളിയായില്ലേ, ശ്രുതിയുടെ മുന്നിൽ കള്ളിയായില്ലേ, അവൾ മനസ്സിലാക്കിയില്ലേ നീയാണ് കള്ളനാണെന്നുള്ള കാര്യം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ എന്നെ ഒരിക്കലത്തേക്ക് ക്ഷമിക്കമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ എന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നുണ്ട്. പിന്നെയെന്ന് പറയുന്നത് ഇനി സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണെന്ന് വെച്ചാൽ കുറേ കരഞ്ഞ് സങ്കടപ്പെട്ട് നമ്മുടെ രേവതി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും സച്ചി പറയും, നീ ഇനി എന്തിനാണ് സങ്കടപ്പെട്ട് നിൽക്കേണ്ടത്, അതിൻ്റെ ആവശ്യമില്ല, എല്ലാം ഭംഗിയായിട്ട് നടന്നില്ലേ, നിൻ്റെ വീട്ടുകാർ ശരത്ത് പൈസ എടുത്തില്ലെന്നുള്ള കാര്യം അറിഞ്ഞില്ല, പിന്നെ നീ എന്തിനാണ് ഇനി കരയുന്നത്, ആ വിഷയത്തിന് അങ്ങ് വിട്. അപ്പോഴത്തേക്കും പറയുന്നു, നമുക്ക് ഹണിമൂണിന് പോവാം, അതിനെന്താ, നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഹണിമൂണിന് പോയി, അവിടെ ശ്രുതിയും ഹണിമൂണിന് പോകുന്നു, എല്ലാവർക്കും ചേർന്നോ. അങ്ങനെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കള്ളനെ കയ്യോടെ പിടിച്ച്, കള്ളൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, വേറെ ആരുമല്ല, ശ്രുതിയാണ് ഈ അമ്മേരെ 1 ലക്ഷം രൂപ മോട്ടിച്ചെന്നുള്ള സത്യം സച്ചിക്കും അച്ഛനും എല്ലാവർക്കും മനസ്സിലായി. അമ്മ കളിച്ച ഒരു നാടകമാണെന്ന് മനസ്സിലായി. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒത്തിരി നന്ദി എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി.